ഈ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു. ഭയങ്കര ചിരിയുമായിട്ട് ബ്രൈറ്റുള്ള ചിരിയായിട്ട്. ഇതെൻ്റെ ഒരു നായികയാവാൻ സാധ്യതയുള്ള പെൺകുട്ടിയാണെന്ന് വെറുതെ പറഞ്ഞു പോവുകയും ഈ കിരീട ഉണ്ണി എന്ന് പറഞ്ഞ ഭയങ്കര സിനിമയായിട്ട് പ്രണയിക്കുന്ന ഒരാളായതുകൊണ്ട് പുള്ളി പറഞ്ഞത് അങ്ങനെ തന്നെ ഏറ്റെടുക്കുകയും പുള്ളി ബുക്ക് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്തു. കട്ട് എന്ന് പറഞ്ഞ ഇവളൊറ്റ കരച്ചിലാണ്. അതുപോലെ മനോജ് ഇങ്ങനെ മുട്ടോടി മനോജ് മുട്ടക്കടന്ന് ഇങ്ങനെ പറക്കുകയാണ്. എന്ത് പറ്റുമോ ഇവളെ പിടിച്ചിട്ട് കിട്ടണ്ടേ? അഭിനയിക്കുന്നതിന് അപ്പുറമുള്ള ഒരു സാധനമാണ്. ശരിക്കും കഥാപാത്രമായി മാറി. അപ്പോഴും പറഞ്ഞു മുന്നേറ്റത്ത് സക്സസ് ആവുകയാണെങ്കിൽ മലയാളത്തിലെ ലോഹ്യ പറഞ്ഞ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായികയായിട്ട് മാറും. ഇപ്പൊ എന്തുകൊണ്ടാണ് മഞ്ജു വാര്യറിനെ കൊണ്ട് ആദ്യത്തെ സിനിമ ഡബ് ചെയ്യിക്കാതിരുന്നത്? അതുപോലെ എടുത്തു പറയേണ്ട ഒരു അഭിനയമാണ് മനോജ് കെ ജയന്റെ അമ്മയായിട്ട് അഭിനയിച്ച കോഴിക്കോട് ശാരദ അല്ലേ? എന്റെ ദൈവമേ, ആ നാട്ടിൻ പുറത്ത് ആ മുണ്ടും ബ്ലൗസും ഒക്കെ ഇട്ട് നടക്കുന്ന അമ്മമാരെ പോലെ തന്നെ. നമ്മൾ ആദ്യം ആലോചിച്ചത് നമ്മളെ ഫിലോമിന ചേച്ചിയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഫിലോമിന ചേച്ചി തന്നെയാണ് അതിൽ 12 ടേക്കായി. കാണാമെന്ന ആൾക്കാർ ഈ തള്ളക്ക് ഡയലോഗ് ഓർമ്മയില്ല. അവരൊക്കെ ഡയലോഗ് പറഞ്ഞു തുടങ്ങി. ഡയലോഗ് പറഞ്ഞു ഈ ഡയലോഗ് പറയാൻ കുഴപ്പമൊന്നുണ്ട്. അവിടെ ആ മനോജ് കേജന്റെ വീടായിട്ട് ചിത്രീകരിച്ച സെറ്റാണോ സാർ? മഞ്ജു വാര്യർ അരക്കുന്ന സീനുണ്ട്, അതിൽ ബാക്കി കൂടെ ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ട്. അത് നോക്കി നമ്മൾ ട്രെയിൻ പാസ് ചെയ്യുന്നത്. കാരണം അമ്മ ട്രെയിനിൽ അപകടപ്പെട്ട് പീസായി പോയി മരിച്ചു എന്ന് പറയുന്ന സാധനം ഇവിടെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് സങ്കടപ്പെടുന്നതാണ്. അതെ, അപ്പോൾ അത് തീർച്ചയായിട്ടും ട്രെയിൻ പ്രസൻസ് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റും പോകുന്ന ട്രെയിനിന്റെ ടൈമിങ്ങും ഒക്കെ. ശശികുമാറായിട്ട് വിനീത് കുമാറിനെ പരിഗണിച്ചിരുന്നോ? മനോജയുടെ കഥാപാത്രത്തിന് ആദ്യം ബിജു മേനോനാണോ ആണോ നോക്കിയിരുന്നത്? അപ്പൊ എന്താ പിന്നെ നമുക്ക് 3 ഓപ്ഷനാണ്. ഒന്ന് ബിജു മേനോൻ, ഒന്ന് മനോജ് കെ ജയൻ, ഒന്ന് ഷമി തിലകൻ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575. തൻ്റെ അരങ്ങേറ്റ സംവിധാന ചിത്രത്തിലൂടെ തന്നെ 3 പ്രതിഭാശാലികളായിട്ടുള്ള കലാകാരന്മാരെ മലയാളത്തിലേക്ക് സംഭാവന ചെയ്ത അതുല്യ സംവിധായകൻ, സല്ലാപത്തിൻ്റെ ഡയറക്ടർ സാർ, നമസ്കാരം. നമസ്കാരം. സുന്ദർദാസ് സാറിന് നമ്മൾ എല്ലാവരും പറയുന്ന സമയത്ത് ആദ്യം മനസ്സിലേക്ക് വരുന്ന സിനിമ സാറിൻ്റെ ആദ്യത്തെ സിനിമ തന്നെയാണ് സല്ലാപം. ഞാൻ ഇങ്ങനെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട്. അതായത് ഒരു മാസികയുടെ മുഖചിത്രം കണ്ടിട്ടാണ് അതിലെ ആ കുട്ടിക്ക് തൻ്റെ രാധ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിൻ്റെ സാമ്യതയുണ്ട് എന്ന് ലോഹി സാറിനോട് പറയുകയും സാറും സാറിൻ്റെ സുഹൃത്തും കൂടെ മഞ്ജു വാര്യറിനെ ആദ്യമായിട്ട് ഓഡിഷൻ ചെയ്യാൻ പോവുകയും ചെയ്തതെന്നൊക്കെ. സാർ, ഒരു ഫോട്ടോ മാത്രം കണ്ടിട്ടേ അതിൽ ആ കഥാപാത്രമുണ്ട് അല്ലെങ്കിൽ ആ കുട്ടിയിൽ ഒരു നടിയുണ്ട് എന്ന് തിരിച്ചറിയുകയും സംവിധായകനോട് അത് പറയുകയും ഓഡീഷനിൽ ചെന്നിട്ട് നിങ്ങളത് ഉറപ്പിക്കുകയും ചെയ്യുന്നത്, അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ വളരെ സിനിമാറ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്. ജീവിതത്തിലേ സിനിമയേക്കാൾ അല്ലെങ്കിൽ ഒരു സിനിമയുടെ പിന്നണിയിൽ സിനിമയേക്കാൾ നാടകീയമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും സംഭവിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ മഞ്ജു വാര്യറിനെ പോലെ ഒരു നടിയെ കണ്ടുപിടിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ടോ? സാഗരം എന്ന് പറഞ്ഞിട്ട് ലോഹിദാസ് എഴുതിയ തിരക്കഥ സംവിധാനം ജോസ് തോമസ് എന്ന ഡയറക്ടറാണ്. ജോസഫിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു ഞാൻ അതിൽ. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനിൽ ഞങ്ങളിങ്ങനെ അതിൻ്റെ ഭയങ്കര TDS ആയിട്ടുള്ള വർക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓട്ടത്തിൻ്റെ ഇടയിൽ കിരീട ഉണ്ണി തന്നെയാണ് എൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അദ്ദേഹം കുറേ മാഗസിൻസൊക്കെ ലൊക്കേഷനിലേക്ക് വരുന്ന ഇതുപോലെ. അപ്പോൾ ഇങ്ങനെ കലാകൗമുദിയാണ് അതുപോലത്തെ ഒരു മാഗസിനിൽ മുഖചിത്രം ഈ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു. ഭയങ്കര ചിരിയുമായിട്ട് ബ്രൈറ്റുള്ള ചിരിയായിട്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ലിഷർ ടൈമിൽ ഇങ്ങനെ പറയുമ്പോൾ ലോഹ്യോൻ ഇത് നമ്മുടെ അന്നൊന്നും സല്ലാപൊന്നും ചെയ്തിട്ട് ആലോചിച്ചിട്ട് പോലും ഇത് എൻ്റെ ഒരു നായികയാവാൻ സാധ്യതയുള്ള പെൺകുട്ടിയാണെന്ന് വെറുതെ പറഞ്ഞു പോവുകയും ഈ കിരീട ഉണ്ണി എന്ന് പറഞ്ഞ ഭയങ്കര സിനിമയായിട്ട് പ്രണയിക്കുന്ന ഒരാളായതുകൊണ്ട് പുള്ളി പറഞ്ഞത് അങ്ങനെ തന്നെ ഏറ്റെടുക്കുകയും പുള്ളി ബുക്ക് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്തു. പിന്നീട് എനിക്ക് തോന്നുന്നു ഞാൻ സിവിസാറിൻ്റെ കൂടെ സിന്ദൂരേഖ എന്നുള്ള സിനിമ കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ചെയ്യാനായിട്ട് എത്തുന്നത്. പ്രോജക്റ്റ് ഉണ്ടോ, അത് വേറെ സ്റ്റോറിയാണ്. അപ്പോൾ അപ്പോൾ ഞങ്ങളന്ന് ആലോചിച്ചത് സെൻട്രൽ ക്യാരക്ടറാണ്. ഈ ലേഡി ഓറിയൻറ്റഡ് ആയിട്ട് സിനിമയാണ്. അവളുടെ ജീവിതത്തിലേക്ക് 3 തരത്തിലുള്ള ആൾക്കാരുടെ ഇടപെടലുകളാണ് സിനിമ. അപ്പം ആ പെൺകുട്ടി എനിക്ക് അന്ന് ഏറ്റവും പ്രോമിസിങ്, ഏറ്റവും ടാലൻ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടി എന്ന് പറഞ്ഞ നായിക, ടീനേജ് നായിക എന്ന് പറഞ്ഞത് ആനിയാണ്. ആനിയായിട്ട് നല്ല സൗഹൃദമുണ്ട്. കാരണം അക്ഷരം എന്നുള്ള സിനിമയിൽ സുരേഷ് ഗോപിയോടൊപ്പം അഭിനയിച്ചപ്പോൾ ഞാൻ കാറിൽ കുറേ ഷോട്ട്സ് ഞാൻ എടുക്കുകയുണ്ടായി ആ സിനിമയ്ക്ക് വേണ്ടി. സാറ് പറഞ്ഞിട്ട് ഞാൻ ട്രാവൽ ചെയ്ത് ഷൂട്ടൊക്കെ ചെയ്തു. അപ്പോൾ അതിനായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു റാപ്പോ ഇതുണ്ടായിരുന്നു. അപ്പം ലോഹിയോട് നമുക്ക് ആനീനെ ആലോചിക്കാമെന്നാണ്. ആനീനെ അന്ന് ഈ മൊബൈൽ ഫോണൊന്നുമില്ല.
ആനിയുടെ അങ്കിളിൻ്റെ ഫോൺ നമ്പർ തപ്പിയെടുക്കുന്നു. അത് ലോഹിയാണ് വിളിക്കുന്നത്. ലോഹി വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ നമ്മുടെ ഒരു കഥ ആലോചിക്കുന്നുണ്ട്. കഥയൊന്നും ആയിട്ടില്ല, പക്ഷെ അത് അതിലൊരു സെൻട്രൽ ക്യാരക്ടർ ഹീറോയിന് പ്രാധാന്യമുള്ളൊരു സിനിമയാണ്, അല്ല കഥയാണ്. അതിൽ ആനിയുടെ ഡേറ്റിൻ്റെ അവസ്ഥ എന്താണ്? ആനിയാണ് ഭയങ്കര മോസ്റ്റ് വാണ്ടഡ് ഹീറോയിനാണ് ആ ഏജിലുള്ള ഹീറോയിൻസിൽ. അപ്പോൾ അവരെന്ന് വെച്ചാൽ ഈ അങ്കിൾ എന്ന് പറയുന്ന ആൾ എന്ന് ഭയങ്കര എക്സൈറ്റഡ്. കാരണം ലോഹിയുടെ കഥാപാത്രം ആനി ചെയ്തിട്ടില്ല ലോഹിയുടെ തിരക്കഥയിൽ. അപ്പോൾ നമുക്ക് ആലോചിക്കാം, നമുക്ക് എപ്പോഴാണ് ഡേറ്റ് വേണ്ടതെന്ന് ആലോചിച്ചാൽ ഒരു കോംപ്രമൈസ് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആയിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ദിവസം ഞങ്ങളിരിക്കുമ്പോൾ ലോഹി പറഞ്ഞു, ഇവിടെ ഇത് ആനി എന്ന് പറഞ്ഞാൽ അന്നിപ്പം വളരെ മിടുക്കിയായിട്ടുള്ള പെൺകുട്ടിയായിട്ടുള്ള വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള, ഭയങ്കര തൻ്റെടിയായിട്ടുള്ള. അപ്പോൾ നമ്മുടെ ഈ കഥാപാത്രം വളരെ സബ്മിസീവായിട്ടുള്ള അങ്ങനെയായിട്ടുള്ള ക്യാരക്ടർ. ഗ്ലാമർ എന്ന് വെച്ചാൽ നമുക്ക് ഒരു സാധാരണ പെൺകുട്ടിയാണ്. കാരണം ഇതിലൊരു സിറ്റുവേഷനിൽ ഇൻഫാക്ച്വേഷൻ വരുന്നുണ്ട്. ഒരു കുട്ടിക്ക് ഗായകനോട് തോന്നുന്ന ഇൻഫാക്ച്വേഷൻ, ശശികുമാർ എന്നുള്ള ക്യാരക്ടറോട്, ജൂനിയർ യേശോ ശശികുമാർ. അപ്പോൾ ഇൻഫാക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ ഇവളങ്ങനെ ആനയാകുമ്പോൾ അങ്ങനെ ഒരു പറ്റിക്കലിലേക്ക് പോവില്ലല്ലോ, കുറച്ചും പ്രാക്ടിക്കൽ ഉണ്ടാവും. ഒരു ഗ്രാമത്തിൽ പെൺകുട്ടിക്ക് ഈ ഇൻഫാക്ച്വേഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് അങ്ങനെയാണ് ലോഹി പറഞ്ഞത്. നമ്മളന്ന് സാദരത്തിൻ്റെ സെറ്റിൽ വെച്ച് കണ്ട പെൺകുട്ടി ഉണ്ണീനെ ഉണ്ണിയേട്ടൻ വിളിക്കും. ഉണ്ണിയേട്ടൻ അത് സ്വാഭാവികമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് വരുന്നു. ആ കുട്ടിയുടെ അഡ്രസ്സ്, ആ കുട്ടിയെ പറ്റിയ ഒരു റൈറ്റപ്പ് അതിലുണ്ടായിരുന്നു. അവർ കണ്ണൂർ മേലേച്ചോ കീഴച്ചോ അവിടെ ഇവിടെ താമസിക്കുന്നു. അച്ഛൻ മാധവൻ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ഒരു ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അവരൊരു PP നമ്പറുണ്ട്, അവർക്ക് ഫോണില്ല. താമസിക്കുന്നത് മഞ്ജു മാധവട്ടൻ താമസിക്കുന്ന താഴെയും മുകളിൽ ഓണറും താമസിക്കുന്നു. അങ്ങനെ അവരെ വിളിക്കുന്നു. അങ്ങനെ ഒരു ലോഹിദാസിൻ്റെ സിനിമയോട് ബന്ധപ്പെട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവർ ഫോണിൽ വിളിക്കും. രണ്ടാമത് വിളിക്കുമ്പോൾ ഇവർ മുകളിൽ ഒന്ന് ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. ഗിരിജേച്ചിയൊക്കെ ഉണ്ട്, മഞ്ജുവിൻ്റെ അമ്മ. അവർ ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പം അതിനുമുമ്പ് മഞ്ജു ചെയ്തിട്ടുള്ള സാക്ഷ്യം എന്ന സിനിമയിൽ മോഹൻ സാർ ഡയറക്ടർ പടത്തിൽ മുരളിച്ചേട്ടൻ്റെ മകളായിട്ടൊരു 1-2 സീനിൽ ഇങ്ങനെ കരഞ്ഞോടി വരുന്നൊക്കെ ഒരു നായികഥാപാത്രം ഹാൻഡിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ കാണാൻ വരുന്നുണ്ട്. ഒരു ഡേറ്റ് പറഞ്ഞു. അങ്ങനെ ചെയ്തു. ഞാൻ ഇവിടുന്ന് കോഴിക്കോട് വന്നു. കോഴിക്കോട് എൻ്റെ കൂടെ കഴിക്കുന്ന സിബിസാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായ തോമസ് സെബാസ്റ്റ്യൻ, അയാൾ പിന്നെ സംവിധായകനായി മമ്മൂട്ടിനെ വെച്ച് മായ ബസറൊക്കെ ചെയ്ത ആൾ. ഞങ്ങൾ ഒരുമിച്ച് ഒരു ടെമ്പോ വിളിക്കുന്നു. അല്ല ഒരു എന്താണ് മാരുതി കാറിൽ ഒരു വീഡിയോഗ്രാഫറേയും കൊണ്ട് പോവാണ്. ഒന്ന് VHS ക്യാമറ ആയിട്ട്. ഞങ്ങൾ കാലത്ത് എത്തുമെന്ന് വിചാരിച്ചു. ഞങ്ങൾ എത്തുമ്പോൾ ഒരു 3 മണിയായി ഉച്ചയ്ക്ക്. ഇവർ ഞങ്ങൾ കാലത്ത് മുതൽ കാത്തിരിക്കുക. മാധവട്ടം അപ്പം ഇല്ല, ഗിരിജേച്ചിയും മഞ്ജു മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നീട് മഞ്ജുവിനോട് തമാശ പെട്ടു. ഒരു പെണ്ണ് കാണാൻ വരുന്ന സെറ്റപ്പിലായിരുന്നു കംപ്ലീറ്റ്. ജിലേബി, ലഡു, പപ്സ്, അത് ഇതെന്ന് ഭയങ്കര സെറ്റപ്പ്. ഞങ്ങൾ ചായ കുടിച്ചിട്ട് കാര്യം പറഞ്ഞു. ഞാൻ കുറച്ച് വീഡിയോ എടുക്കാനാണ് വന്നിരിക്കണം, എടുക്കാൻ. അത് കഴിഞ്ഞ് കുറേ അതിൻ്റെ വിഷ്വൽസ് എടുത്തിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇനി ഒരു കാര്യം ഞാൻ പറയാം. അപ്പം അന്നൊരു സോഫ ബെഡുണ്ട് അവിടെ വീട്ടിൽ, ഇങ്ങനെ മടക്കി വൃത്തിയ ബെഡാവുന്ന സോഫയായിട്ട് അപ്പുറത്താണ് അടുക്കള. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രദറായിട്ട് മധു വാര്യർ, അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല, ജ്യേഷ്ഠനാണ്. അപ്പോൾ അയാളായിട്ട് വഴക്ക് കൂടാറുണ്ട്. പിന്നെ വഴക്കൂടെ എപ്പോഴും വഴക്ക് കൂടാറുണ്ട്. ഞാൻ അയാളായിട്ട് വഴക്ക് കൂടി ഭയങ്കര പ്രശ്നമായി. അയാൾ ചീത്ത പറഞ്ഞു, നീ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. സങ്കടം വന്നു, പൊട്ടിക്കരഞ്ഞിട്ട് ഓടി സോഫയിൽ വന്നു ഇരിക്കുക, കരയുക. നമുക്ക് ചെയ്യേണ്ട ഡയലോഗൊന്നുമില്ല. ക്യാമറ ഇവിടെ ഈ സോഫയുടെ ഒരു സജസ്റ്റീവായിട്ട് വയ്ക്കുന്നു. വന്നോളൂ, സ്റ്റാർട്ട് ക്യാമറയൊന്നുമില്ല, വന്നോളൂ. ഇവിടെ ഓടി വന്ന് ഒരു കൊച്ചുകുട്ടിയെ പോലെ വന്ന് ഈ സോഫയിൽ ഇരുന്നിട്ട് കമത കിടന്ന് കരഞ്ഞു. പിന്നെ എഴുന്നേറ്റ് നിന്നിട്ട് ഏങ്ങി കരഞ്ഞു. കട്ട് ചെയ്യാൻ പറഞ്ഞു. ഗംഭീരമായിരുന്നു. ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്തത്. ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ഓഡിഷൻ. ഫസ്റ്റ് അത്രേ ഉള്ളൂ. അതിൻ്റെ ഓഡിഷൻ ഭയങ്കര പ്രിപ്പയർഡായിട്ട് കുറേ ഡയലോഗ്സ് കൊടുത്ത് സിറ്റുവേഷൻ അങ്ങനെയൊന്നുമില്ല. അത് കഴിഞ്ഞ് പോരുന്നു. ഞങ്ങൾ പോന്നു കഴിഞ്ഞിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. ഫോൺ നമ്പറൊക്കെ അറിയാലോ, മുകളിലുള്ള PP നമ്പറാണ്. തിരിച്ചു വന്ന് ഈ വീഡിയോ ലോഹിനെ കാണിക്കുന്നു ഷോർണൂർ TV-യിൽ. ഇതാണ് നമ്മുടെ രാധ. പക്ഷെ അതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ പടമാണ്. അതെ, ലോഹിദാസിന് ഈ പടം പോയാലൊന്നും സംഭവിക്കാം. കിരീട ഉണ്ണിക്കും പോകുന്ന പ്രശ്നമില്ല. അപ്പോൾ നിനക്ക് ഞാൻ കോൺഫിഡൻ്റാണ്, എനിക്ക് ഈ കുട്ടിയെ ഇഷ്ടമായി. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഗുരു സിബിസാറാണ്. അപ്പോൾ സിബിസാറെന്ന് വെച്ചാൽ സിബിസാറിന് മദ്രാസിലാണ് താമസിക്കുന്നത്. അവിടെ ഇതെത്തിക്കുന്നു. അദ്ദേഹം കണ്ടിട്ടുണ്ട് ഈ കുട്ടി നല്ല കുട്ടിയാണ്. സുന്ദർദാസിൻ്റെ ആദ്യത്തെ സിനിമയാണ്.
അത് ആലോചിച്ചാൽ മതി. ഈ കുട്ടി നല്ല ഗ്രാമീണ ഇതും നല്ല ചിരിയും നല്ല എക്സ്പ്രഷൻസും. അതിനെ ഫിക്സ് ചെയ്യുന്നു, ഫൈനലൈസ് ചെയ്യുന്നു. പിന്നെ ആ കുട്ടി വരുന്നു, ഞങ്ങൾ ഒരാളെ ഇവിടെ വിടുന്നു, തോമസിനെ വിടുന്നു, അവരുടെ ഡ്രസ്സിൻ്റെ അളവൊക്കെ എടുക്കുന്നു. ഞങ്ങളിവിടെ ഒരു ഫുൾ ബ്ലൗസും പാവാടയും റെഡിയാക്കുന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ഷൊർണൂരിൻ്റെ ഈ ടി വിയുടെ ബാക്കിൽ ക്യാമറയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾ ട്രെയിനിന് പോവാണ്. പിന്നീട് സിനിമയിൽ ആ സീനായിട്ട് വന്നിട്ടുണ്ട്. അയാൾ മിസ് ചെയ്യും, കഴിഞ്ഞ് പോയി എന്നാൽ വരാൻ കാണാൻ പറയാൻ പറ്റില്ല. അയാൾ ആ ട്രെയിനിൽ ദൂരെ പോകുന്ന ആ ട്രെയിനിലുണ്ട്. ട്രെയിൻ അവിടെ ദൂരെയാണ്, ലേറ്റായി പോയി. ഓടി വന്നിട്ട് അയാൾ അതിലുണ്ടെന്ന് അറിയാം. അയാളെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അയാൾക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല. നിങ്ങൾ അയാളെ യാത്ര അയക്കുന്നൊരു വേവ് ചെയ്യുന്നൊരു സാധനം. അത് തീവണ്ടി അകലുന്നതോറും ഈ വേവ് ചെയ്യുന്ന പതുക്കെ 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 കുറയണം. അതിൻ്റെ ഒരു ഫീലിൽ നിൽക്കുന്നു. ഗംഭീരമായിരുന്നു എൻ്റെ വിഷ്വല്. ഉറപ്പിച്ചു നമ്മുടെ രാധ. അങ്ങനെയാണ് രാധ മഞ്ജു വാര്യർ രാധയാവുന്നത്. ഓക്കെ സാർ, അങ്ങനെ ഓഡിഷൻ ചെയ്ത് മഞ്ജു വാര്യർ നായികയായി. ഞങ്ങൾ പ്രേക്ഷകർ കാണുന്നതിന് മുൻപ് സാറാണല്ലോ ആദ്യമായിട്ട് അവരുടെ പെർഫോമൻസ് കാണുന്നത് ക്യാമറയിൽ കൂടെ. ചിത്രീകരണത്തിൻ്റെ ഏതൊരു ഘട്ടത്തിൽ വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നത് നല്ലൊരു അഭിനയിക്കുന്ന കുട്ടിയാണെന്നൊക്കെ മനസ്സിലായി. പക്ഷേ മലയാള സിനിമയിൽ അരങ്ങേറാൻ പോകുന്നത്, തൻ്റെ സിനിമയിലൂടെ അരങ്ങേറ്റം കുറിക്കുന്നത് മലയാളത്തിലെ അവിഭാജികമായിട്ട് പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു മികച്ച നടിമാരിൽ ഒരാളാണ് എന്ന് സാറിന് ഒരു റിയലൈസേഷൻ വന്നൊരു മൂവ്മെൻറ്റോ ഒരു സ്റ്റേജോ ആ സിനിമയിൽ ഏതായിരുന്നു, എപ്പോഴായിരുന്നു? അതിൽ 2 സ്റ്റേജ് ഉണ്ട്, അതിൽ 2 ഘട്ടമുണ്ട്. അതിലൊരു എനിക്ക് തോന്നുന്നത് പറഞ്ഞ മനസ്സിലായല്ലോ, ഇതാണ് എൻ്റെ കണ്ടൻറ്റ്. ഇതിലെങ്ങനെയാണ് മഞ്ജു റിയാക്ട് ചെയ്യുക, മഞ്ജു രാധയായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യും. മഞ്ജു റിയാക്ട് ചെയ്യുന്നത് നമുക്ക് ആവശ്യമില്ല. മഞ്ജു രാധാ കഥാപാത്രത്തെ ഉള്ളിൽ മനസ്സിൽ കണ്ടുകൊണ്ട്, അതറിയാലോ, ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അറിയാം, എങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അതിനിടയ്ക്ക് ലോഹി വന്നിട്ടൊന്ന് വേണമെങ്കിൽ, അപ്പോൾ ഞങ്ങളൊരു തറക്കൽ വാര്യത്തിലാണ് ഷൂട്ട്. അവിടെ ഒരു ഇതുണ്ട്, ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. അവിടെ കണ്ണാടി നോക്കിയിട്ട് ഡയലോഗ് പറഞ്ഞ് പഠിച്ചോളൂ, സമയമുണ്ട്, ലൈറ്റപ്പ് ചെയ്യും. അപ്പോൾ അത് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് ഡയലോഗ് പറയാം. ഡയലോഗ് കാണപ്പാടം എന്ന് വെച്ചാൽ അതിൻ്റെ കൃത്യമായ പോസും കാര്യങ്ങളും വെച്ചിട്ട് രണ്ടാമത്തെ റിഹേഴ്സലോ ചിലപ്പോൾ ഒന്നാമത്തെ റിഹേഴ്സൽ രണ്ടാമത്തെ റിഹേഴ്സൽ നടത്തിയിട്ട് ടേക്ക് ഓക്കെയാണ്. ഇതിന് ബുദ്ധിമുട്ടിയത് ഡബ്ബിങ് ആർട്ടിസ്റ്റുകളോ, കാരണം സ്പേസ് ഇല്ല. മറ്റേ പ്രോംപ്റ്റ് ചെയ്യണതിൻ്റെ ഒരു സ്പേസ് ഉണ്ടാവില്ല, ഒരു 2 seconds 3 seconds സ്പേസ് കിട്ടില്ല. ഇവിടെ ആ ഡയലോഗ് ഉടനെ റിയാക്ട് ചെയ്യല്ലേ, സാധനം അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അന്ന് ശ്രീജയാണ് ഡബ് ചെയ്ത്, ശ്രീജയാണ്. അപ്പോൾ ശ്രീജ പറഞ്ഞു, എന്തൊരു കുട്ടിയാണിത് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ അവർ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്തതാണ്, സ്പേസ് ഇല്ല. പിന്നെ ശ്രീജ ഓഫ് കോഴ്സ് വലിയൊരു ഡബിങ് ആർട്ടിസ്റ്റാണ്, അവരാണ് ചെയ്തത്. അപ്പോൾ ഈ അത് പെർഫോം ചെയ്യുന്ന സമയത്തൊക്കെ ഞാനിതിൻ്റെ ക്യാമറ പിന്നിലിരുന്നിട്ട് ഇങ്ങനെ ബാബട്ട അത് ഇങ്ങനെ നന്നായിട്ട് സംഭവം പടം വിജയിച്ചാൽ അത് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലൈമാക്സ് എന്നുള്ള പോർഷൻ ഉണ്ട്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യം. ക്ലൈമാക്സ് നമ്മൾ ഷൊർണൂർ ജംഗ്ഷനത്തിന് മുമ്പുള്ള എ ക്യാബിൻ തൊട്ട് ബി ക്യാബിൻ വരെയുള്ള ഒരു സ്പേസിലാണ് സ്പേസ് നമ്മൾ കണ്ടത്. നമ്മൾ നേരത്തെ സാധാരണ ആപ്ലിക്കേഷൻ കൊടുത്താൽ അതിലൊരാളും ഉണ്ട്. എൻ്റെ ഒരാളും അവിടെ വാച്ച് ചെയ്യാൻ വന്നു, നമ്മളിതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അത് നമ്മൾ രാത്രി നൈറ്റ് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഇവള് ഇതിനേക്ക് സിനിമ ഉണ്ടാകുന്ന ചാടിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് മനോജ് കെ അതിൻ്റെ ബിൽഡപ്പ് ഉണ്ട്. മനോജ് വന്നിട്ട് ഇവളെ പിടിക്കല്ല, ഇവള് മരിക്കാന്ന് വിചാരിച്ച് ട്രാക്കിൽ കയറുമ്പോൾ ഈ ട്രെയിൻ പോകുന്ന മറ്റേ ട്രാക്കിൽ മിസ്സായിപ്പോയി. പിന്നെ ഇവള് ആ ചക്രങ്ങളുടെ ഇടയിലേക്ക് ചാടി മരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ചാടുന്നിടത്തേക്കും മനോജ് വരുന്നു, മനോജ് പിടിയും വരും. അതിൻ്റെ ഭയങ്കരമായിട്ട് സ്ട്രഗിളും. ആ ട്രെയിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ചെകിടത്ത് അടിച്ചോളം പറഞ്ഞിട്ടുണ്ട്. 2 ക്യാമറ വെച്ചിട്ടുണ്ട്. പാസ് ചെയ്തിട്ട് ചെകിടത്ത് അടിക്കുന്ന ബാക്കിട്ടുണ്ട്, ഇവള് കഥയ്ക്കുന്നു, ഇയാളും കടിക്കുന്നതിന്. അങ്ങനെ ഒരു മൊമെൻറ്റ് കഴിഞ്ഞപ്പോൾ ഇനി മ്യൂസിക്കൽ ഇതിലാണ് ആർക്കും വേണമെങ്കിൽ എനിക്ക് വേണം അടി തന്നെ എന്ന് പറഞ്ഞ് ഇയാൾ ഹഗ് ചെയ്യുന്നു. പക്ഷേ ഇത് അതിന് മുമ്പിൽ ഈ ട്രെയിൻ പോയി ചെകിടത്ത് അടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ കാറ്റിങ്ങനെ പറന്ന് മുടിയൊക്കെ പറന്ന് ഇങ്ങനെ നിൽക്കുന്നത് കട്ട് എന്ന് പറഞ്ഞ് ഇവളൊറ്റ കരച്ചിലാണ്. അതുപോലെ മനോജ് ഇങ്ങനെ മുട്ടോടി, മനോജ് മുട്ടക്കിടന്ന് ഇങ്ങനെ പറക്കുകയാണ്. പക്ഷെ എന്ത് പറ്റും, ഇവളെ പിടിച്ചിട്ട് കിട്ടണ്ടേ, അഭിനയിക്കുന്നതിന് അപ്പുറമുള്ള ഒരു സാധനമാണ്. ശരിക്കും കഥാപാത്രമായി മാറി എന്തോ ഒരു എക്സെൻട്രിസിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവള് ഈ ചക്രത്തിന് ഭയങ്കര പ്രാധാന്യം ഇതുണ്ട്. പുള്ളി അങ്ങനെ സക്കി നമ്മളെ ഈ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. തൊട്ടടുത്താണ്, ഇത്ര ഗ്യാപ്പുള്ളൂ. അപ്പോൾ അവിടെയെല്ലാം കൂടെ ഇവ പിടിച്ചിട്ട് കിട്ടണ്ടേ, കിട്ടിയിട്ടില്ല. ഭയങ്കരതായി സ്ട്രഗിളായി, ശരിക്കുള്ള സ്ട്രഗിളായി. കഴിച്ചു ഇവള് പൊട്ടിക്കരഞ്ഞു. സനയുടെ അടുത്ത് പോയി ലോഹിയും ഉണ്ണിയേട്ടും ഞാനും ഇരുന്നിട്ട് സമാധാനിപ്പിച്ചു. പൊട്ടിക്കരഞ്ഞു. ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇമോഷനായി. കാരണം ഇത്
ഷൂട്ടിങ്ങിന് അപ്പുറത്തേക്ക് പോകുന്ന ഒരു അഭിനയത്തിന് അപ്പുറത്തേക്ക് പോകുന്നൊരു തലം അതിലുണ്ട്. അപ്പോൾ ലോഹി പറഞ്ഞു ഇത്രയും പോകാൻ പാടില്ല, നമുക്കൊരു ഒരു ലിമിറ്റ് നമുക്കൊരു സ്പേസ് വേണം. നമ്മുടെ ഒറിജിനൽ ഞാനും ഈ കഥാപാത്രം തമ്മിൽ അടുക്കുകയും അത് മെർജ് ചെയ്ത് പോയ പ്രശ്നം ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു ഈ സീൻസൊക്കെ ചെയ്യുമ്പോൾ. അതപ്പോൾ നമ്മൾ തീരുമാനിച്ചത് അപ്പോഴും പറഞ്ഞു മുന്നേറ്റത്ത് സക്സസ് ആവുകയാണെങ്കിൽ മലയാളത്തിലെ ലോഹിയ പറഞ്ഞത് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായികയായിട്ട് മാറും. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ ശ്രീജ രവീനെ ഇന്റർവ്യൂ ചെയ്തിരുന്നത്. അപ്പം ശ്രീ ചേച്ചിയും ഇതേ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് അവസാനം മഞ്ജു വാര്യർ ദിലീപിന്റെ വീട്ടിൽ പോയി അവിടെ ചുമരുമ ചാരി നിന്ന് ഏന്തി കരയുന്നൊരു സീനുണ്ട്. ആ സീൻ ഡബ് ചെയ്യുന്ന സമയത്തൊക്കെ ശ്രീജ രവിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നു. അത് ഒരുമാതിരി അഭിനയത്തിന്റെ ആയിരിക്കും ഒരു പരിധി വരെ. അപ്പൊ മഞ്ജു വാര്യരും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് കയ്യിൽ നിന്ന് പോകുന്നു ആ സീൻ ചെയ്ത സമയത്ത്. രാധയ്ക്ക് എന്തോ ഒരു തീഷ്ണത ആ കഥാപാത്രത്തിന് ചിലപ്പോൾ ലോഹി സാറിന്റെ ഒക്കെ ഡയറക്ഷൻ കൊണ്ടായിരിക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് മഞ്ജു വാര്യറിനെ കൊണ്ട് ആദ്യത്തെ സിനിമ ഡബ് ചെയ്യിക്കാതിരുന്നത്? അല്ല, അത് നമുക്ക് ഇത് ഡബിങ് എന്ന് പറയുന്നത് സത്യത്തിൽ അതൊരു ഭയങ്കര ടെക്നിക്കാലിറ്റി ഇൻവോൾവ്ഡ് ആയിട്ടുള്ള സാധനം. നമ്മളൊരു നായിക ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആള് അയാളുടെ സൗണ്ട് വേരിയേഷൻസ്, അയാളുടെ സൗണ്ടിങ്, തുടങ്ങുന്ന സൗണ്ടിൻ്റെ ഒരു ഈ കഥാപാത്രം ആവശ്യപ്പെടുന്നൊരു സൗണ്ട്. പിന്നെ ഇത് ടെക്നിക്കാലിറ്റിയിൽ വലിയൊരു സാധനമുണ്ട്. കാരണം കറക്റ്റ് സിംഗിൽ പോവുക, ഒരുപാട് ടൈം ക്യാപ്ചർ ചെയ്യുന്ന ഒരു സാധനമാണ്. മഞ്ജുവിനെ അങ്ങനെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ മഞ്ജുവിൻ്റെ വോയിസ് അങ്ങനെ ഒരു അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു ഡബിങ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രീജാണ്. എനിക്ക് ഒരുപാട് കാലത്തെ പരിചയമുള്ളതാണ്. ശ്രീജാണ് ശ്രീജി ചെയ്യാമെന്നാണ് ശ്രീജ ഭയങ്കര മനോഹരമാക്കി. ആ ചിരിയൊക്കെ ഭയങ്കര ഇതാണ് ഇയാളെ കാണുമ്പോൾ, പ്രത്യേകിച്ച് കാണുമ്പോൾ കണ്ടിന്യൂസ്ലി ഉള്ള ചിരികൾ. അപ്പം അത് അങ്ങനെയാണ്. അല്ലാണ്ട് ഇപ്പം മഞ്ജു വാര്യർ ഇപ്പം വിട്ടിട്ട് ഇപ്പം ആർക്കും ആ പടത്തിൽ മാത്രമേ മഞ്ജു ഡബ് ചെയ്യാത്തുള്ളൂ. എല്ലാ സിനിമയിലും മഞ്ജു തന്നെയാണ്. ഈ സിനിമ റിലീസായ സമയത്ത് എല്ലാവരും ഒരേപോലെ പറഞ്ഞതായിരിക്കും ഈ സിനിമയുടെ കാസ്റ്റിംഗ്. അതിപ്പോൾ മഞ്ജു വാര്യരുടെ കാര്യമാണെങ്കിലും മനോജ് കേജയൻ്റെ കാര്യമാണെങ്കിലും മാളാരവിന്ദൻ്റെ കാര്യം, പുതിയൊരു മാളാരവിന്ദനാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു അഭിനയമാണ് മനോജ് കേജയൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച കോഴിക്കോട് ശാരദ അല്ലേ. എൻ്റെ ദൈവമേ, ആ നാട്ടിൻ പുറത്ത് ആ മുണ്ടും ബ്ലൗസും ഒക്കെ ഇട്ട് നടക്കുന്ന അമ്മമാരെ പോലെ തന്നെ അവരെ എങ്ങനെയാണ് സർ ഡയറക്റ്റ് ചെയ്തൊരു മെമ്മറി ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്തൊരു ഭംഗിയായിട്ടാണ്. അതെ അതെ, നാടകത്തിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുള്ളത്. ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള പണ്ട് ഐ വിശേഷേട്ടൻ്റെ പടങ്ങളിൽ പിന്നീട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ പൈപ്പ് മുട്ടിലുള്ള ബഹളം, ഈ കുടം കൊണ്ട് തല്ലുകൂടുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു നാടൻ വെള്ളം കെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതിൻ്റെ ഇതൊക്കെ ശശിയേട്ടൻ്റെ പടത്തില്ല. അപ്പോൾ അത് ഇവരായിരുന്നു എന്ന് നമുക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു പെരുമാറുന്ന ഒരു രീതി നമുക്കുണ്ട്. അങ്ങനെ അന്വേഷിച്ച് നമ്മൾ ആദ്യം ആലോചിച്ചത് മറ്റേ നമ്മളെ ഫിലോമിന ചേച്ചിയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഫിലോമിന ചേച്ചീനാണ് അതിൻ്റെ വെച്ച്. പിന്നീട് അത് എന്താ വെച്ചാൽ അവർ ഭയങ്കര ബിസി, അവരുടെ ഡേറ്റ് നമ്മൾ ചെറിയൊരു പടമാണ്, പമ്പം പടങ്ങളിലേക്കൊക്കെ അവർ കാസ്റ്റ് ചെയ്യപ്പെട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരാമെന്ന്. അങ്ങനെ ഇങ്ങനൊരു നടീനെ പറ്റി ആരോ പറയുന്നു. അങ്ങനെ അവരോട് വരാൻ പറഞ്ഞു. വന്നപ്പോൾ അപ്പിയറൻസിൽ നമുക്ക് ഓക്കെയാണ്. പിന്നെ നാടക നടിയാണ്. നമുക്കിപ്പോൾ വേറെ അതിൻ്റെ ഒരു ലെവൽ കുറയ്ക്കാന്നുള്ളൂ. നാടകത്തിന് കുറച്ച് എക്സജറേറ്റഡ് അഭിനയം ഉണ്ടാവും. അപ്പോൾ അതിന് കുറച്ച് താഴത്തേക്ക് പിടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഒരു രസമുള്ള സാധനം, ഞങ്ങളൊരു നൈറ്റ് ഷൂട്ട് ചെയ്യാം. അപ്പം ഈ യൂണിറ്റുകാരൊക്കെ വന്ന് നിൽക്കുമല്ലോ, അസോസിയേറ്റിൻ്റെ അടുത്ത് വിളിച്ചിട്ട് വെച്ച് എത്ര മണി വരും, 8:30 ആകുമ്പോൾ തരും എന്നുള്ള ഒരു കണ്ടീഷൻ. കാരണം അത്രയുള്ള ആ സീൻ. അപ്പം ഉണ്ണിയേട്ടൻ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്, ലോഹി ഉണ്ട്, ഞാനുണ്ട്, രാമചന്ദ്രബാബുണ്ട്, പ്ലസ് ഞങ്ങളുടെ അസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചി അകത്തുനിന്ന് പുറത്ത് വന്ന് പിണങ്ങിയിട്ട് വന്ന് ഇരുന്നിട്ട് ഇയാൾ എന്താ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്ന ഒരു കൺസോൾ ചെയ്യുന്ന സാധനത്തിന് കൂടെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇയാൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളൊരു റാന്തലിൽ ഒരു വീട് കത്തിച്ച് ഇങ്ങനെ വരുന്നതായിട്ടുള്ള ഒരു സിംഗിൾ ഷോട്ടാണ്. ട്രാക്കൊക്കെ വെച്ചിട്ട് പ്ലാൻ ചെയ്ത് ഞങ്ങൾ റിഹേഴ്സലൊക്കെ ചെയ്തു. പക്ക ടേക്ക് പോവാം. ഭയങ്കര ക്രിറ്റിക്കലാണ്. കാരണം അത് അരമതിലുണ്ട്, അതിൻ്റെ അടിയിൽ അതിൻ്റെ തൊട്ടടുത്താണ് ഈ ക്ലാപ്പ് അടിക്കുന്ന അസിസ്റ്റൻ്റ് ഡയറക്ടർ. എല്ലാം അടിച്ചിട്ട് അവിടെ കുഞ്ഞിരിക്കണം. കാരണം അന്ന് നമുക്ക് ഇതിൽ വിഷ്വൽ മോണിറ്റർ ഇല്ല. എല്ലാം സെറ്റായി റിഹേഴ്സൽ റിഹേഴ്സൽ കഴിഞ്ഞ് ടേക്ക് പറഞ്ഞു പരിപാടി തുടങ്ങി. അവർ ഓടി വന്ന് അവിടെ ഇവർക്കൊരു ഡയലോഗ് തെറ്റി. കട്ട് ചെയ്യാൻ പറഞ്ഞു. എൻഡിലേക്ക് വരുമ്പോഴാണ് തെറ്റുന്നത്. അപ്പം അത്രയും ഫിലിം പോയി. അടുത്ത ടേക്ക് 12 ടേക്കായി. കാണാൻ വന്ന ആൾക്കാർ ഈ തള്ളക്ക് ഡയലോഗ് ഓർമ്മയില്ലേ, അവരൊക്കെ ഡയലോഗ് പറഞ്ഞു തുടങ്ങി. ഡയലോഗൊക്കെ പറഞ്ഞ് ഈ ഡയലോഗ് പറയാത്ത കുഴപ്പമൊന്നുമുണ്ട്. ക്യാമറയ്ക്ക് മുമ്പിൽ വരുമ്പോഴല്ലേ ഇതിൻ്റെ അവസ്ഥ മനസ്സിലാവും. അത് ചേച്ചി പറഞ്ഞു, ചേച്ചി കയ്യൊക്കെ കുറച്ച് തുടങ്ങി. ഞാൻ ചേച്ചി അടുത്ത ടേക്ക് ഓക്കെയാണ്, എന്തായാലും തെറ്റും,
തെറ്റ് കഴിഞ്ഞാൽ എന്നെ നോക്കും, അതാണ് എൻ്റെ കുഴപ്പം. ഇങ്ങനെ തിരിഞ്ഞു നോക്കും. ഞാൻ തിരിഞ്ഞു നോക്കണ്ട, തെറ്റാണ് തെറ്റെടുത്ത് ചേച്ചി തോന്നി മുന്നോട് പറഞ്ഞോളാം. ആ ടേക്ക് ഓക്കെ. ജനം മുഴുവൻ കയ്യടിയായിരുന്നു, ഭയങ്കര. അപ്പം ഞാൻ പറഞ്ഞു ഈ ആർട്ടിസ്റ്റ് അവർ നാടകത്തിൻ്റെ അത്, പിന്നെ ഈ സിനിമയിലേക്കുണ്ട് ക്യാമറ പ്രസൻസ്, ഈ ലോഹിദാസ് ഇരിക്കുന്നു എന്നൊക്കെ പറയും. അങ്ങനെ അതിൻ്റെ ഒരു ഭയം. പക്ഷെ പിന്നീട് അവർ നല്ല എല്ലാ സീനിലും നല്ല പെർഫോമൻസ്, വളരെ നാച്ചുറലായിട്ട്. അതെ, അവിടെ ഉള്ള ഒരാളെ പോലെ നമുക്ക് അവിടെ ആ മനോജ് കേജന്റെ വീടായിട്ട് ചിത്രീകരിച്ച സെറ്റാണോ സാർ? അല്ലെങ്കിൽ അല്ല, അത് എന്ത് രസമുള്ള വീടാ അത്. അതിനൊരു കാരണം നമ്മൾ കഥ ആലോചിച്ച് തിരക്കഥ ഒന്നും എഴുതിയിട്ടില്ല, സിനിമ ഷൂട്ടിൽ തുടങ്ങിയിട്ടില്ല. ഞാനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഏതായാലും വെറുതെ ഇരിക്കില്ല, ഒരു കാര്യം ഇവിടുന്ന് ഷോർട്ട് നിലമ്പൂർക്കുള്ള ട്രെയിനിൽ കയറുക, ഒരു സൈഡിലിരിക്കുക, തിരിച്ചു വരുമ്പോൾ അതേ സൈഡിൽ തന്നെ ഇപ്പുറത്തിരിക്കുക. അപ്പം രണ്ട് ട്രാക്കിൻ്റെ സൈഡിൽ ഏതെങ്കിലും വീടുണ്ടോ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. ട്രാക്ക് അടുത്തുണ്ട് ഉള്ളൊരു വീട്, ഞാനും കണ്ടെത്തിയ വീട്. അത് ട്രാക്ക് ഉണ്ട്, പാടമുണ്ട്. ട്രാക്ക് നമുക്കെന്താ വെച്ചാൽ ഈ അത് തിരക്കഥയിൽ നമുക്ക് എല്ലാ സമയത്തും ട്രെയിൻ പോയി എന്നൊന്നും പറഞ്ഞിട്ടൊന്നും. അതെ അതെ. പക്ഷെ നമ്മൾ ട്രെയിനിനെ എല്ലാ സീനിലും പർട്ടിക്കുലർ സീൻസിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റിൽ ഇവിടെ ട്രെയിൻ പോയി എന്നൊന്നും എഴുതുന്നില്ല. ഇയാളൊരു ഗാങ്മാൻ ആണ്. ഇയാൾ ഊണ് കഴിക്കുന്ന സമയത്ത് രാത്രി ഇയാൾ ഊണ് ചോർന്നുണ്ടാക്കുന്ന ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുന്നു, മെയിൽ ഇന്ന് ലേറ്റ് ആണല്ലോ എന്നാണ് ഇയാൾ പറയുന്നത്. അത് ഇയാൾ ഇതായിട്ട് മെയിൽ എന്നാണ് ഇത് മെയിൽ. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ചോറും പാത്രം കറിയൊക്കെ വെച്ച് ഇയാൾ ചമ്മന്തി ഇത് വട്ടി തിട്ടാന്നൊക്കെ ചോദിക്കുന്ന സാധനമാണ് ഈ സ്ത്രീ എന്ന് ഇയാൾ. അപ്പോഴാണ് ട്രെയിൻ എവിടുന്നോ ട്രെയിൻ വരുന്ന സ്ഥലം. അന്ന് മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് ട്രെയിൻ പുറപ്പെടുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ ബാബട്ടെ നമുക്ക് ട്രെയിൻ അതിൻ്റെ ഉടനെ അച്ചമ്മയൊക്കെ അങ്ങോട്ട് ട്രാക്കിലേക്ക് തിരിച്ചു വയ്ക്കുന്നു. ട്രെയിൻ പാസ് ചെയ്യുന്നു. ഇയാൾ കൈ കഴുകുന്നത് മരത്തിൻ്റെ ചോട്ടിലാക്കുന്നു. മരം കഴിയുമ്പോൾ ട്രെയിൻ പാസ് ചെയ്യുന്നു. അപ്പോൾ മെയിലൊന്നും ലേറ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ഫീൽ കിട്ടുന്നില്ല, ഓഡിയോ കേട്ട് പറയുന്നതാണ്. അപ്പം അങ്ങനെ അപ്പം ഈ ഇതൊക്കെ ആ സ്ഥലം ഇതൊക്കെ ഒരുമിച്ച് കിട്ടിയ കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ മഞ്ജു വാര്യര് അരക്കുന്ന സീനുണ്ട്, അതിന് ബാക്കി കൂടെ ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ട്. അതുണ്ട്. അത് നോക്കി നമ്മൾ ട്രെയിൻ പാസ് ചെയ്യുന്നത്. കാരണം അമ്മ ട്രെയിനിൽ അപകടപ്പെട്ട് പീസായി പോയി മരിച്ചു എന്ന് പറയുന്ന സാധനം ഇവിടെ ഓർമ്മിപ്പിക്കും, ഇവിടെ സങ്കടപ്പെടുന്നതാണ്. അപ്പോൾ അത് തീർച്ചയായും ട്രെയിൻ പ്രസൻസ് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റും പോകുന്ന ട്രെയിനിൻ്റെ ടൈമിംഗ് ഒക്കെ നമ്മൾ ഡിസ്റ്റൻസ് പോയി എടുത്തിട്ട് ട്രെയിൻ അവിടുന്ന് പുറപ്പെടുന്നു. നമുക്ക് ഏത് ട്രെയിൻ ആയാലും മതി, ലെഫ്റ്റിൽ തന്നെ വരണമെന്നില്ല, റൈറ്റിൽ നിന്ന് തന്നെ വരണമെന്നില്ല. ഒരു ട്രെയിൻ ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നു. അവർ പറയും കർച്ചീഫ് കാണിക്കും, നമ്മൾ റിഹേഴ്സൽ കഴിഞ്ഞ് ക്യാമറ ഓൺ ചെയ്യും, ട്രെയിൻ പോയി ഈ സീൻ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇതുപോലെ ഞാൻ കഥ കേട്ടിട്ടുള്ളതാ. എനിക്ക് തോന്നുന്നു വിനീതേട്ടനെ ഇന്റർവ്യൂ ചെയ്തപ്പോഴും ആളിങ്ങനെ ഒരു ഡൗട്ട് പോലെ പറഞ്ഞിട്ടുണ്ട്. അതായത് സല്ലാപത്തിൽ ആനീനെ ആണ് ആദ്യം കാസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ മെയിൽ വേർഷൻ, അതായത് ശശികുമാറായിട്ട് വിനീത് കുമാറിനെ പരിഗണിച്ചിരുന്നോ? എൻ്റെ ഓർമ്മയിലില്ല. ആലോചിച്ചിട്ടുണ്ടാവും, പ്രൊഡ്യൂസറൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇയാൾ ആലോചിക്കാനുള്ള കാരണം, ദിലീപിനെ ആലോചിക്കാനുള്ള കാരണം, ഞാൻ ലോഹി കഥയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കെട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതിയിട്ടൊന്നുമില്ല. പിന്നെ പോകുന്നു ഈ പറഞ്ഞ പോലെ അവളൊരു ദിവസം പുകലായിട്ട് വന്ന് അമ്മായിനെ പണിയടിക്കാൻ നോക്കും, ഇങ്ങനെയൊക്കെ പറയുന്ന ചില സീക്വൻസസിൻ്റെ പൊടികളൊക്കെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം പുറടിച്ച് ഞങ്ങൾ അവിടെ ഷൊർണൂരിൽ 2-3 തിയേറ്റർ ഉണ്ട്, ടോക്കീസ് ഉണ്ട്. അതിൽ ഏഴരക്കൂട്ടം എന്നുള്ള സിനിമ കളിക്കുന്നുണ്ട്, കരീം ഡയറക്ടർ ചെയ്ത്. അപ്പോൾ അതിൽ കയറി, അത് കണ്ടിട്ടില്ല. അപ്പോൾ അരയായിട്ട് ഇയാളാണ് അഭിനയിച്ചിരിക്കുന്നത്. കൈയൊക്കെ ഇത്തിരി ഒരു ഫിസിക്കലി ഇത്തിരി അത്ര ഇതല്ലാത്ത വളഞ്ഞും പൊളഞ്ഞൊക്കെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ. ആ സിനിമ ഉള്ളാലോ. അതായത് ഫൈറ്റിൽ വരെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നത് ഈസി അല്ല. ഈസിയല്ല വെച്ചാൽ ഓക്കെ ഷോർട്സിലെ ഡയറക്ടർ എടുക്കില്ല, എന്നാലും അയാളൊരു ഉള്ളോട്ടോ. എനിക്ക് ദിലീപിനെ പണ്ട് എനിക്ക് പരിചയം. ഞങ്ങൾ സാഗർ സാക്ഷി ശിവ് സാറിന് കൂടെ ഞാൻ അസോസിയേറ്റ് ആയിരുന്നു. അതിൽ എന്നെ ഫറീസിൻ്റെ മകനായിട്ടൊരു പയ്യൻ വേണം. ഇങ്ങനെ ഒരു പയ്യനൊന്നും ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പയ്യനൊന്നും. അയാൾ വന്നു, ദിലീപ് വന്നു. 3-4 സീനുണ്ടായിരുന്നു. പക്ഷേ സിനിമയിൽ അവസാനം വന്നപ്പോൾ ഒരു സീനേ ഉള്ളൂ, 1/2 സീനേ ഉള്ളൂ. അപ്പം അങ്ങനെ പിന്നെ സിന്ദൂരയിൽ ചെയ്തിട്ടുണ്ട്, ഹരിശ്വാസനുള്ള കോമ്പിയിൽ. അപ്പം അങ്ങനെ പരിചയമുണ്ട്. അപ്പോൾ ഇയാൾ നോക്കാം. അങ്ങനെ ദിലീപിനെ വിളിക്കുന്നു. ദിലീപ് വന്നൊരു ഫിയറ്റ് അല്ല, ഒരു മാരുതി കാറാണ്. ഷൊർണൂർ വരുന്നു, സംസാരം. ദിലീപ് ഓഫ്കോഴ്സ് ത്രില്ഡാണ്. അതിൻ്റെ ഏറ്റവും വലിയ ത്രില്ല് ജൂനിയർ യേശുദാസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. കാരണം ദാസേട്ടൻ്റെ വോയിസിൽ ദിലീപ് അന്ന് വരെ അഭിനയിച്ചിട്ട് പാടി. അത് അയാൾക്ക് ഭയങ്കര ഒരു ദാസേട്ടൻ്റെ വോയിസിൽ പാടുക എന്ന് പറയുന്നതിൻ്റെ അത് ജൂനിയർ യേശുദാസ്. പിന്നെ ലോഹിയുടെ സ്ക്രിപ്റ്റ്, ഓഫ് കോഴ്സ് ലോഹിയുടെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ ഏത് അപ്കമിങ് ആയിട്ടുള്ള നടൻ്റെയും ആഗ്രഹമാണ്. എന്നാ ചെയ്തു. അതൊന്നും പിന്നെ അയാൾ വന്നു, അയാൾ അവിടെ നിന്ന് ഞങ്ങൾ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് പോയി. ദിലീപും ഞാനും കൂടി നിന്നിട്ടൊരു ഹൈറ്റ് ഒന്നും. കാരണം അത് ഹൈറ്റ് കൂടിയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് അങ്ങനെയൊക്കെ ആണ് തന്നെ. ദിലീപിനെ ഫസ്റ്റ് തന്നെ കാസ്റ്റ് ചെയ്തിരുന്നു. മനോജിൻ്റെ കാര്യത്തിൽ മാത്രം നമുക്കൊരു
മനോജേട്ടൻ്റെ കഥാപാത്രത്തിന് ആദ്യം ബിജു മേനോനാണോ മേനോനാണ്. ആണോ നോക്കിയിരുന്നത്? അപ്പോൾ എന്താ അപ്പോൾ പിന്നെ അല്ല ബിജുമേൻ നോക്കാൻ വേണ്ടി ബിജുമേനായിട്ട് എനിക്ക് പരിചയമൊന്നുമില്ല. ഇപ്പോൾ പുത്രൻ എന്നുള്ള സിനിമ റിലീസ് ചെയ്ത് അത് സിദ്ധു പനിക്കലാണ് എൻ്റെ ഇതായിരുന്നു. മിഖായലിൻ്റെ സന്ധ്യത്തികളുടെ സെല്ലുലോഡ് വേർഷനായിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ട് പോലെയായിരുന്നു ഈ പുത്രൻ. ബിജുമേൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അയാൾ ഇവിടെ അപ്പോൾ സിദ്ധുവിന് പരിചയമുണ്ട്. അപ്പം ലോഹി പറഞ്ഞു നമുക്ക് 3 ഓപ്ഷനാണുള്ളത്. ഒന്ന് ബിജുമേനോൻ, ഒന്ന് മനോജ് കെ ജയൻ, ഒന്ന് ഷമി തിലകൻ. ബിജുമേനെ നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ ബിജുമേനെ ഗുരുവായൂർ ആർവി ടവേഴ്സിൽ ആണ് താമസിക്കുന്നവർ. അന്ന് സത്യഭാമയ്ക്ക് ഒരു പ്രേമലകൻ എന്ന് പറഞ്ഞിട്ട് അതിൽ നായക വേഷം ചെയ്യാണ് രാജസേൻ സാറിൻ്റെ. അയാൾ അവിടെ ഉണ്ടെന്നുണ്ട്. അവിടെ ഇയാൾ വിളിച്ചിട്ട് പോകുന്ന ഞാൻ താഴെ ഇരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾ അയാളോട് അപ്പോൾ അയാൾ വിളിച്ചു 2 പ്രാവശ്യം ഫോണിൽ വിളിച്ചു. അത് ഞാനാണ് വിളിച്ചത്. STD ബൂത്തിൽ നിന്ന് വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അല്ല അത് നടക്കില്ല, കാരണം അടുത്ത് തന്നെ MT സാറും ഹരിഹരൻ സാറും ചെയ്യുന്ന പട്ടും വളയുന്നുള്ള സിനിമയുടെ ആലോചന നടക്കുന്നത്. KTC ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അബ്ദുള്ള വിളിച്ചിരുന്നു. അത് ഇപ്പോഴും നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടത് MT സാർ ഹരിഹരൻ എന്ന് പറഞ്ഞാൽ അതൊരു മേലൊക്കെ. അപ്പോൾ ലോഹി ഉണ്ട്, പിന്നെ സംവിധായകൻ പുതിയ ഒരാളാണ്. അതിനവിടെ ഞങ്ങൾ ഇവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ചെല്ലു, ഇയാൾക്കറിയാലോ ഞാൻ താഴെ ഇരുന്നിട്ട് കോഫിയെ കുടിച്ചൊരു സീറ്റൊക്കെ എടുത്താടെ വരുമ്പോൾ നടക്കില്ല. അത് ഇയാൾ ഈ പട്ടുമുളയുടെ അങ്ങനെ ഒരു സിനിമയുടെ കാര്യം പറഞ്ഞു. MT ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് MTയുടെ സ്ക്രിപ്റ്റും ഹരിഹരൻ സാറിൻ്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ ഏത് ആർട്ടിസ്റ്റ് അങ്ങോട്ട് പോകും വിടാമെന്ന്. അങ്ങനെയാണ്. പിന്നെ എനിക്ക് മനോജായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. വളയം എന്നുള്ള സിനിമ ഞങ്ങൾ ഭയങ്കര ജോളിയായിട്ട് വർക്ക് ചെയ്തു. സിരിസാറിൻ്റെ വളയം തമാശകളും ഒക്കെ ചീട്ടുകളിയും ഒക്കെ ആയിട്ട്. അപ്പം മനോജ് അപ്പോൾ മനോജിനെ വിളിക്കുക, വീട്ടിൽ വേറെ ആളെ നോക്കേണ്ട കാര്യമില്ല, മനോജിനെ വിളിക്കുന്നു. അത് കഴിഞ്ഞു ഇത് അയാളെ വിളിച്ച് അയാളെ സംസാരിക്കുന്നു. പിന്നെന്താ ഞാൻ ലോഹിയുടെ ഒരു സ്ക്രിപ്റ്റാണ് സംവിധാനം. അപ്പോൾ ആരാണ് സംവിധാനം? ഞാൻ ചെയ്താലോ? ഓക്കെ നമ്മൾ ചെയ്യും. അങ്ങനെയാണ് മനോജിനെ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ.